തൊണ്ടക്കുഴി ഒന്ന് ഇറങ്ങിയിട്ട് ഒരു കാണിച്ചാ മതി. അവിടെ നിക്ക്. എടാ മാവേലി എന്തേ? അവനെ ഒരു പെഗ് വേണമെന്ന്. അപ്പോഴേ ഞാൻ ചെകുത്തട്ടിട്ടൊരൊറ്റ അടി. അവനൊരു മാവേലി വേഷം. എന്തോനാണ് ഇത്? എടാ 3000 രൂപ ഡ്രസ്സും വാടകയ്ക്ക് എടുത്ത് മാവേലിക്ക് 2000 രൂപ കൊടുത്ത് അവനെ കൊണ്ടുവന്ന നിനക്കൊരു 50 രൂപയുടെ പെഗ് കൊടുത്തുകൂടാ? പിന്നെ എന്റെ തന്തയ്ക്ക് കൊടുത്തിട്ടില്ല, പിന്നല്ലേ അവന്. അയ്യോ സാധനം തീരാറായി. ആന്നാ പിടിച്ചേ. ടീച്ചറെ പൂ തീർന്നു. വാടക ഇങ്ങോട്ട് വാ. ടീച്ചറെ പൂ മേടിക്കണം. നമ്മുടെ ഹസ്ബൻഡ്സിനെ നമ്മൾ അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കരുത്. എല്ലാം ഉള്ള കൂട്ടങ്ങളല്ലേ. ടീച്ചറെ പൂ തീർന്നു, പൂ മേടിക്കണ്ടായോ? അത് കൂടെ ഉള്ള എന്തോ ഒരു ബാറ്റ്സ്മാൻ. അത് പിന്നെ ടീച്ചറെ വയ്യ, അവന് തീരെ വയ്യ. തലവേദന, പനി, കിടുങ്ങല്. വൈകുന്നേരം ആവുമ്പോഴേ സെയിം പ്രശ്നം എന്റെ ഹസ്ബൻഡിനും ഉണ്ട്. പുള്ളി അതുകൊണ്ട് അരിഷ്ടം കുടിക്കുന്നത്. സെയിം സ്മെൽ എനിക്ക് ഇവിടെ കിട്ടി. അതാ കുടിച്ചല്ലയോ? ഓ ജവാനാ അടിക്കുന്നത്. അരിഷ്ട. എത്ര രൂപയുടെ പൂവാ വേണ്ടത്? ഗ്രീൻ ആപ്പിൾ. അങ്ങനെ ഒരു പൂവുണ്ടോ? ഫ്ലേവറാ. അത് വെച്ചൊക്കെ ഇട്ടാലേ ഫസ്റ്റ് കിട്ടു. ഇവന്മാർക്ക് ഒന്നും അറിയത്തില്ല. അമ്മമാര് അന്നും ചെമന്തി ഇന്നും ചെമന്തി കിടക്കുക. അവിടെ 50 രൂപ കയറ്റി വെക്കടാ. 40 രൂപ വണ്ടിക്കൂലിയാവേ. 50. അത്രയോ? ഫസ്റ്റ് വേണോ? പീറ്റിയെ കൊണ്ട് ഇരിപ്പുണ്ട് തരാം. ഇവന്മാര് കോളേജിനകത്ത് ബദ്ധ ശത്രുക്കളാ. അത് കോളേജിനകത്ത്, ഇത് കോളേജിന് പുറത്താ. എടാ ഇന്ന് ഓണവാ. ഇനി അങ്ങോട്ട് 10 ദിവസം ഓണത്തിന്റെ അവധിയാ. എനിക്ക് അവളെ കാണാൻ പറ്റത്തില്ല. എനിക്ക് ഇന്നെങ്കിലും അവളോട് എനിക്ക് ഇഷ്ടം തുറന്നു പറയണം. അടുത്തായി നടക്കാൻ പോകുന്നത് സുന്ദരിക്ക് പൊട്ടുതൊഴിൽ മത്സരമാണ്. പേരുന്ന വിദ്യാർത്ഥികളെല്ലാം സ്റ്റേജിന് സമീപം എത്തിച്ചേരേണ്ടതാണ്. ടീച്ചറെ എന്തെങ്കിലും കൂട്ടി തരാൻ പറ്റുമോ? പൂജ്യത്തിന് എന്തോ കൂട്ടാനാടാ. ടീച്ചർ വരൂ. സുന്ദരിക്ക് പൊട്ടില്ല കിടക്കുക. കടിക്കുമ്പോ നമ്മള് നല്ലൊരു ഫോട്ടോ, അതാണ് നമ്മുടെ ഒരു ഇത്. ഇതുപോലെ തറവാട്ടി പറഞ്ഞൊരു കുട്ടിയെ നമുക്ക് കിട്ടുമോ? അതിനൊരു ഫോട്ടോ നമുക്ക് കിട്ടുമോ? ഇല്ല. പണ്ട് എപ്പോഴോ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേര് നമ്മൾ മാറ്റിയിരുന്നത് ശരിയാണോ? ഇപ്പൊ ഇച്ചിരി ഫീൽഡ് ഔട്ട് ആയതേ ഉള്ളൂ. പണ്ടൊരു കാലത്ത് എന്തുവായിരുന്നു, ഞാൻ സ്ഥിരം കാണുമായിരുന്നു. പണ്ട് ഞാൻ ടീച്ചറിന്റെ വീട്ടിൽ വന്നപ്പോ ടീച്ചറിന്റെ ഹസ്ബൻഡ് ഇതിന്റെ പടം കണ്ടോണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന കണ്ട അതൊക്കെ ഒരു കാലം, രസം. ചുമ്മാ അല്ല, അങ്ങാരുടെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വാൾപേപ്പർ ഒക്കെ കിടക്കുന്ന കാണുന്നത്. ടീച്ചറിനെ കണ്ടാണ്ടല്ലോ ഏകദേശം ഇതേപോലൊരു സെയിം കട്ട. ടീച്ചറിന് അതൊരു പടത്തിലൊക്കെ അഭിനയിച്ച എടാ എങ്ങനെയാടാ എന്റെ കാര്യം? ഞാനായിരിക്കും നിന്റെ കണ്ണ് കിട്ടുന്നത്. ബാക്കിയല്ല നിന്റെ കയ്യിൽ. കണ്ണ് കെട്ടാൻ പോവാണേ. കാണാൻ പറ്റുന്നില്ല. ചുമ്മാ ഒരിനെ പിടിച്ച് മാറ്റി. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. മതി. അപ്പൊ ഒന്നും കാണുന്നില്ല. ഇല്ലില്ല. അപ്പൊ ഒന്നും കാണുന്നില്ല. എത്ര? അത് 2. അത് 3. ഇതെത്ര? അത് 2. അയ്യോ ഒട്ടും കണ്ണ് കാണുന്നില്ല കേട്ടോ. അപ്പം റെഡിയാണ്. കറക്കി വിടാം അല്ലേ? കറക്കി വിട്ടെ. അല്ല, സുന്ദരിക്ക് പൊട്ടു തൊടാനാ പറഞ്ഞത്. അതെന്നല്ലേ ചെയ്തത്. എന്റെ മനസ്സിലെ സുന്ദരി അത് നീയാ. അടുത്തത് നടക്കാൻ പോകുന്നത് വമ്പിച്ച കുപ്പി വെള്ളം നിറയ്ക്കൽ മത്സരമാണ്. നമുക്കൂടെ ഒന്ന് മത്സരിച്ചാലോ? ഓൾറെഡി നമ്മൾ കുപ്പി വെള്ളം നിറയ്ക്കുമല്ലയോ? ഇത് ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കാം.
വെള്ളം തീർന്നു, ഇനിയിപ്പോ എങ്ങനെ അടിക്കുന്നത്? വെള്ളം തീർന്നോ? വെള്ളം അമൂല്യമാണ്, പാഴാക്കാൻ പാടില്ല. ഇച്ചിരി ആർഭാടം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങോട്ട് വന്നേ, ചോരോട്ട് എന്താ അലം പലമിക്കൊണ്ടിരിക്കുന്നത്? നീ ഒന്നും അലമ്പിയില്ല. വെള്ളം അടിച്ച് എല്ലാ നാട്ടുകാരെ അറിയിക്കും. ഇനി കുറച്ചേരം മിണ്ടാ വിടുന്നു. കറക്റ്റ് കാര്യം ചെയ്ത്. എന്തുവായി? എല്ലാം റെഡി ആയിട്ടുണ്ട് സർ. സുന്ദരിയായിട്ടുണ്ടല്ലോ ഇന്ന്. താങ്ക് യു. ആയിട്ടൊന്ന് കാണണം. ഏ? എന്തുവാ ഇത്? ഇതൊക്കെ എങ്ങനെ മാർക്ക് കൊടുക്കുന്നത്? നമ്മള് കഷ്ടപ്പെട്ടിട്ട് അത്തപ്പൂലെ ദൂരത്തെ വന്ന് തൊടുന്നു. ഇതെന്താ കാണിച്ചു വെച്ചേക്കുവാ? ഞങ്ങളുടെ അത്തപ്പൂക്കളെ പാട്ടി വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. എടാ, അത്തപ്പൂക്കള മത്സരത്തിന് വെളിയിൽ നിന്ന് മാർക്ക് ഇടാൻ ജഡ്ജാണോ? സസ്പെൻഷൻ ഉറപ്പ്. ഓടിക്കോ. എടാ, എന്നെ കൂടെ കൊണ്ടുപോകാ. അടി 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 അടി